Yeah, I was telling you should be aware of the expectations and demands that people have about you. The parents നിങ്ങളെക്കുറിച്ച് ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ട്, ഒരു ഡിമാൻഡ് ഉണ്ട്, ടീച്ചേഴ്സിനുണ്ട്, ഫ്രണ്ട്സിനുണ്ട്. നിങ്ങളെക്കുറിച്ച് കുറച്ച് കാഴ്ചപ്പാടുകൾ, പ്രതീക്ഷകൾ അവർ വെച്ചിട്ടുണ്ട്. അതിന് ഒത്തുയരാൻ നിങ്ങൾ ഏബിളാണ്. ആ പ്രതീക്ഷകൾ നിങ്ങൾ തകർക്കാത്ത വണ്ണത്തിൽ വേണം നിങ്ങളുടെ ഭാവിയിലേക്കുള്ള പ്ലാനിങ്. Okay, so when you choose your career, when you choose your life partner, when you choose your job, everything നമ്മൾ ഈ പറഞ്ഞ എക്സ്പെക്റ്റേഷൻസ് കൂടി ഒന്ന് കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മൾ നമ്മുടെ തീരുമാനങ്ങൾ എടുക്കാൻ. ആൻഡ് ദ ലാസ്റ്റ് പോയിന്റ് ഇൻ ദിസ് റിഗാർഡ്, ഇൻ്റലക്ച്വൽ ഡയമെൻഷനിൽ വരുന്നത് എപ്പോഴും ഒരു പോസിറ്റീവ് ഔട്ട്ലുക്കോടെ വേണം നമ്മൾ കാര്യങ്ങൾ ചിന്തിക്കാനും തീരുമാനിക്കാനും. ഞാൻ പറഞ്ഞ നമ്മൾ തീരുമാനം എടുക്കുന്നു, തീരുമാനങ്ങൾ ചിലപ്പോൾ തെറ്റിപ്പോകാം അല്ലേ, എപ്പോഴും 100% ശരിയാവണമെന്ന്. പക്ഷെ തെറ്റിപ്പോകുമ്പോഴും അവിടെ ഒരു പോസിറ്റിവിറ്റി, ഒരു ഒപ്റ്റിമിസ്റ്റിക് ആറ്റിറ്റ്യൂഡ് ഇവിടെ നിന്ന് വേണം നമ്മൾ പ്രശ്നങ്ങളെ, ഒരു ഒരു ദുർഘടഘട്ടത്തെയൊക്കെ നേരിടാനായിട്ട് പോസിറ്റിവിറ്റി എന്നും നമ്മുടെ കയ്യിലുണ്ടാവണം. പോസിറ്റിവിറ്റി ഉണ്ടാവണമെങ്കിൽ ഈ പറഞ്ഞ പോലെ വ്യക്തിപരമായി ചിന്തിക്കുന്ന ഇൻ്റലക്ച്വലി സ്ട്രോങ് ആയിട്ടുള്ളൊരു വ്യക്തിക്ക് സാധിക്കും. ഇൻ്റലക്ച്വലി മാത്രം പോരാ, ഇമോഷണലി അടുത്ത ഡയമെൻഷനായ ഇമോഷണൽ ഡയമെൻഷൻ കൂടി നല്ല ബലമുള്ള വ്യക്തിക്ക് മാത്രമേ പോസിറ്റീവായിട്ട് എപ്പോഴും ചിന്തിക്കാൻ സാധിക്കത്തുള്ളൂ. തേർഡ് ഡയമെൻഷൻ ഇസ് ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ ഇമോഷണൽ ഡയമെൻഷൻ എന്തായിരിക്കും? വാട്ട് ഇസ് ഇറ്റ് ഡീലിംഗ് വിത്ത്? നമ്മുടെ മെൻ്റൽ ഹെൽത്ത് അല്ലെങ്കിൽ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യുന്ന കാര്യം അവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഇമോഷണലി കൺട്രോൾ ചെയ്യുക മാത്രമല്ല, പിന്നെയോ ബാക്കിയുള്ളവരുടെ ഇമോഷൻസുമായിട്ട് കോപ്പപ്പ് ചെയ്യാനും അവയെ ഡീൽ ചെയ്യാനും അതുമായിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് കൂടി ഈ ഇമോഷണൽ ഡയമെൻഷനിൽ പറ്റണം. നമുക്ക് നമ്മുടെ ഇമോഷൻസ്, നമ്മുടെ ദേഷ്യം, സങ്കടം, വിഷമം, സന്തോഷം അതൊക്കെ മാനേജ് ചെയ്യാൻ അറിഞ്ഞിരുന്നിട്ട് മാത്രം കാര്യമില്ല. നമ്മുടെ സഹപാഠിയുടെ, നമ്മുടെ ലൈഫ് പാർട്ട്ണറിൻ്റെ, പേരൻസിൻ്റെ ഇമോഷൻസൊക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനുള്ള ഒരു കൃപ കൂടി നമുക്ക് വേണം. എന്നാൽ മാത്രമേ ഇഫക്റ്റീവായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഇമോഷൻസ് മര്യാദയ്ക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാണ്ട് വരുമ്പോഴാണ് പലരും ഡിപ്രഷനിലേക്ക്, പിന്നെ ഒരു സൂയിസൈഡൽ ടെൻഡൻസിയിലേക്ക് ഒക്കെ ആൾക്കാർ പോകുന്നത്, വിഭ്രാന്തിയൊക്കെയായി മാറുന്നത്. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് ഇമോഷണൽ ഡയമെൻഷൻ ഫിറ്റായിട്ടിരിക്കാൻ വാട്ട് ഓൾ ഷുഡ് ബി അവെയർ ഓഫ്, അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? നമ്മുടെ നേരത്തെ ഡയമെൻഷനിൽ നമ്മൾ പറഞ്ഞു നമ്മുടെ എക്സ്പെക്റ്റേഷനെ കുറിച്ച്, അതായത് നമ്മുടെ ഒരു പോസിറ്റീവ്സിനെ കുറിച്ച്, ബാക്കിയുള്ളവർക്ക് നമ്മളെക്കുറിച്ചുള്ളൊരു പ്രതീക്ഷ എന്താ അത് നമ്മൾ അറിഞ്ഞിരിക്കണം. അഥവാ നമ്മുടെ സ്ട്രെങ്ത്ത് നമ്മൾ അറിഞ്ഞിരിക്കണം. യെസ്, ഡെഫിനറ്റ്ലി എല്ലാവർക്കും സ്ട്രെങ്ത് ഉണ്ട്, അതുപോലെ തന്നെ എല്ലാവർക്കും വീക്ക്നെസ്സും ഉണ്ട്. ദാറ്റ് ഈസ് എ ട്രൂത്ത്. നമുക്കെല്ലാം പോരായ്മകളുണ്ട്, പോരായ്മയില്ലാത്ത ഒരു വ്യക്തിയില്ല. അതുപോലെ തന്നെ സ്ട്രെങ്ത്തുകളില്ലാത്ത, അസറ്റ് ഇല്ലാത്ത ഒരു വ്യക്തി പോലും ഇല്ല. ഇത് രണ്ടും നമ്മൾ അറിഞ്ഞിരിക്കണം. എന്നാലേ നമുക്ക് നമ്മളെ സക്സസ്ഫുള്ളായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ സ്ട്രെങ്ത്തും അറിഞ്ഞിരിക്കണം, നമ്മുടെ വീക്ക്നെസ്സും നമ്മൾ നല്ലവണ്ണം അറിഞ്ഞിരിക്കണം. പിന്നെ സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുന്ന സിറ്റുവേഷൻ ലൈഫിൽ പലതും വന്നേക്കാം. സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുമ്പോഴത്തേക്കും നമുക്കത് മാനേജ് ചെയ്യാനുള്ള എബിലിറ്റി നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുക. ഓക്കെ, ഡെവലപ്പ് ചെയ്തെടുക്കുക. അല്ലെങ്കിൽ ഇപ്പം നമുക്ക് ഭയങ്കര സ്ട്രെസ്ഡാണ്, നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല, നമ്മൾ ഭയങ്കരമായിട്ട് ഒരു ഭാരം നമ്മുടെ മനസ്സിൽ കിടക്കുക. അതിന് വീണ്ടും നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ സ്പീക്ക് ഇറ്റ് ഔട്ട്, ടെൽ ഇറ്റ് ഔട്ട് ടു യുവർ ബെസ്റ്റ് ഫ്രണ്ട്, ടു യുവർ പേരൻസ്, ടു യുവർ സിബ്ലിങ്സ്, സഹോദരങ്ങളോട്, ടു കല്യാണം കഴിച്ചിട്ടാണെങ്കിൽ ടു യുവർ ലൈഫ് പാർട്ട്ണർ, ആരോടെങ്കിലും. ഇതൊന്നുമില്ല, ഇനിയിപ്പോൾ പറയാൻ ആരും ഇല്ലയെന്നിരിക്കട്ടെ, ഒരു കൗൺസിലറിനോട് പോയി പറഞ്ഞേക്ക്. അവരാരോട് പോയി പറയാൻ പാടില്ല, അവർ നമുക്ക് അറിയത്തില്ലല്ലോ നമ്മുടെ മനസ്സിൻ്റെ ഭാരമെന്ന്. ഇനിയിപ്പോൾ അവരെയും പോയി കണ്ടിട്ട് പറയാനില്ല എന്നിരിക്കട്ടെ. ഡു വൺ തിങ്, നിങ്ങൾ ജസ്റ്റ് മിററിനെ നോക്കി അങ്ങ് പറഞ്ഞു. ഓക്കെ, ഡു സംതിങ് ടു ലെൻറ്റ് ഔട്ട് ദാറ്റ് ആ സ്ട്രെസ്, ആ ടെൻഷൻ മനസ്സിൽ കിടക്കുന്നത് പുറത്ത് കളയാനുള്ള എന്തെങ്കിലും കാര്യം ചെയ്താൽ സ്ട്രെസ്സ് റിലീവ് ചെയ്തേ പറ്റത്തുള്ളൂ. നമുക്ക് മാനേജ് ചെയ്യാൻ അറിയില്ലെങ്കിൽ പ്രൊഫഷണൽ ഹെൽപ്പ് സ്വീകരിക്കുക, അല്ലെങ്കിൽ അറിവുള്ളവരുമായിട്ടത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക.
കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണമെങ്കിൽ വ്യക്തികളായിട്ട് നമുക്ക് നല്ലൊരു ബന്ധം ഉണ്ടായിരിക്കണം. ആരോടും മിണ്ടില്ല, എല്ലാവരോടും ഇടികൂടി ഇരിക്കുന്ന വ്യക്തിയാണെങ്കിൽ വിഷമിച്ചിരിക്കുമ്പോൾ വല്ലവരും അടുത്ത് വരും വർത്തമാനം പറയാൻ, ആരും വരത്തില്ല. അപ്പം നല്ല ബന്ധങ്ങൾ, ശക്തിയുള്ള ദൃഢമായ ബന്ധങ്ങൾ ഉണ്ടാവേണ്ടത്, നല്ലൊരു ഫ്രണ്ട്ഷിപ്പ്, നല്ല ഫാമിലിയിൽ നല്ലൊരു കൂട്ടായ്മയൊക്കെ ഉണ്ടാവേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ റിലീസ് യുവർ സ്ട്രെസ്ഫുൾ സ്ട്രെസ്സസ് ഒക്കെ നമ്മൾ എപ്പോഴും റിലീസ് ചെയ്യുക. അതിങ്ങനെ പിടിച്ച് ഉള്ളിൽ കയറ്റി വെക്കരുത്. ഓക്കെ, ഇനിയിപ്പോൾ ഒട്ടും റിലീസ് ചെയ്യാൻ നിവൃത്തിയില്ല എന്നിരിക്കട്ടെ, പൊടായിടും. അതെൻ്റെ ഒരു ഞാൻ ചെയ്യുന്ന കാര്യം ഞാൻ പറയാം. നമ്മൾ എപ്പോഴും ഈ പറഞ്ഞ പോലെ എല്ലാവരോടും പറയാൻ പറ്റിയെന്ന് വരത്തില്ല. നമുക്ക് ഫേസ് ചെയ്യുന്ന ചെറിയ പ്രായത്തിലൊക്കെ നമ്മുടെ സ്ട്രെസ്സസ് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റും. ബട്ട് ആസ് വി ഗ്രോ അപ്പ് നമ്മുടെ സ്ട്രെസ്സസ് പല ഡയമെൻഷനിലാണ്. എവറിബഡി മൈറ്റ് ബി തിങ്കിങ് ഇത് എല്ലാവരും ഫേസ് ചെയ്യണമല്ലേ, ഇത് എന്തൊരു പറയാനിരിക്കണം. അപ്പോൾ അങ്ങനത്തെ ഇതുള്ളതുകൊണ്ട് നമുക്ക് തന്നെ ഒരു ഇപ്പം എന്ന് ആരും വില വയ്ക്കത്തില്ല എന്ന് നമ്മുടെ ഒരു കോംപ്ലക്സാണ്. അതുകൊണ്ട് പലതും പറയാറില്ല. എക്സ്പെഷ്യലി ടു അവർ പേരൻസ്. നമ്മൾ ഗ്രോണപ്പ് ആയി കഴിഞ്ഞാൽ പിന്നെ പേരൻസിനോട് പറയാനൊക്കെ നമുക്ക് നടക്കേട് ആക്ച്വലി. കാരണം അവർ വിലമതിച്ചില്ലെങ്കിൽ പിന്നെ നമുക്ക് അങ്ങോട്ട് ഭയങ്കര ക്ഷീണമാണ്. ഓക്കെ, സോ ഈവൻ ഐ ഡോണ്ട് ഡു ദാറ്റ്. ബട്ട് സ്ട്രെസ് റിലീവ് ചെയ്തേ പറ്റുള്ളൂ. ചില ദിവസമൊക്കെ എക്സ്ട്രീംലി സ്ട്രെസ്ഡ്. ഇപ്പം 3 പിള്ളേരും കൂടെ ആയപ്പോഴത്തേക്കും പറയാൻ വേണ്ട, അവരുടെ ഗുസ്തിയും മറിച്ചിലും വീട്ടിലെ കാര്യവും പഠിപ്പിക്കലും അവരെ പഠിപ്പിക്കലും എല്ലാം കൂടെ ആകുമ്പോഴത്തേക്കും ശരിക്കും വോൺ ഔട്ടാണ്. യു നോ വാട്ട് ഐ ഡു ടു റിലീവ് മൈ സ്ട്രെസ്? ഞാൻ PG പഠിക്കുന്ന സമയത്ത് തുടങ്ങി വരും. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, ഐ റൈറ്റ് പോയംസ്. ഭയങ്കര സ്ട്രെസ്ഡായിട്ടിരിക്കുന്ന സമയത്തായിരിക്കും ഏറ്റവും ബ്യൂട്ടിഫുൾ പോയംസ് എനിക്ക് കിട്ടുക. നല്ല മൂഡിലിരിക്കുമ്പോൾ ഒന്നും കിട്ടാറില്ല. ഞാനും ആലോചിക്കും, ഇങ്ങനെയാണെങ്കിൽ ഇടയ്ക്കൊക്കെ സ്ട്രെസ് വരുന്നത് ഇറ്റ്സ് ഗുഡ് അറ്റ് ടൈംസ്. ആ സ്ട്രെസ് റിലീവറായിട്ട് എനിക്ക് വരുന്നത് ഇറ്റ്സ് ഗുഡ്. നല്ല പോയിൻറ്റ്സ് വരും. പിന്നെ ഇപ്പോൾ ഈയിടെ തുടങ്ങിയ പരിപാടിയാണ്. ഞങ്ങളുടെ വീട്ടിലെ ഭിത്തിയൊക്കെ പല സ്ഥലത്തും ഓരോന്ന് പെയിൻ്റ് അടിച്ച് വെക്കും. ഭയങ്കരമായിട്ട് ട്വിസ്റ്റായിട്ടിരിക്കുന്ന സമയത്തായിരിക്കും ഇങ്ങനത്തെ കാര്യം. എന്തെങ്കിലും ക്രിയേറ്റിവിറ്റിയിൽ ഇൻവോൾവ് ചെയ്യുമ്പോഴത്തേക്കും ബാക്കി കാര്യങ്ങളൊക്കെ നമ്മുടെ അല്ലെങ്കിൽ കുക്കിംഗ് വേറൊരു സ്ട്രെസ് റിലീവർ ഞാൻ കണ്ടുപിടിച്ചതാണ്. യു ക്യാൻ ട്രൈ യുവർ ഓൺ. ഓക്കെ, നൗ വി ആർ മൂവിങ് ഓൺ ടു ദ സോഷ്യൽ ഡയമെൻഷൻ. സോഷ്യൽ ഡയമെൻഷൻ നമ്മൾ ആദ്യം പറഞ്ഞു വന്നപ്പോൾ പറഞ്ഞതാണ് ബന്ധങ്ങളായിട്ട് ബന്ധപ്പെട്ടത്. ഓക്കെ, റിലേഷൻഷിപ്പ്, ബിൽഡിങ് ആൻഡ് മെയിൻറ്റെയിനിങ് റിലേഷൻഷിപ്പ് വിത്ത് പീപ്പിൾ അറൗണ്ട് യു. അത് വളരെ ആവശ്യമാണല്ലേ. ബീയിങ് സോഷ്യൽ ബീയിങ്സ് വി നീഡ് ടു ബിൽഡ് ആൻഡ് മെയിൻറ്റെയിൻ. നമ്മൾ പുതിയ ബന്ധങ്ങൾ ഉണ്ടാക്കിയാൽ മാത്രം പോരാ, അത് നിലനിർത്തുകയും ചെയ്യണം. നിലനിൽക്കണമെങ്കിൽ കുറച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം, സഹിക്കണം, ബാക്കിയുള്ളവരെ ഉൾക്കൊള്ളാനുള്ള മനസ്സാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആവശ്യമാണ് അല്ലേ. നല്ല ബന്ധങ്ങൾ ഉണ്ടാവണമെങ്കിൽ ഫസ്റ്റ് പോയിൻറ്റ് കമ്മ്യൂണിക്കേഷൻ ആവശ്യമല്ലേ. ഒന്നും മിണ്ടാണ്ട് കൂട്ടിയിരുന്ന നല്ല ബന്ധം ഉണ്ടാവുമോ? വി നീഡ് ടു ടോക്ക് സംതിങ്. നല്ല ഇഫക്റ്റീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആൾക്കാർക്കും നല്ല ബന്ധങ്ങളുണ്ടാകും. നല്ല ഭംഗിയായിട്ട് സംസാരിക്കുന്ന കാര്യമല്ല, പറഞ്ഞ് ഉള്ള കാര്യം, മനസ്സിലുള്ള കാര്യം നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം. അപ്പോൾ ഇൻറ്ററാക്ഷൻ കൂട്ടുക, അതുമായിട്ട് ബന്ധപ്പെട്ട ടിപ്സാണ് പറയുന്നത്. വ്യക്തികളായിട്ടുള്ള ഇൻറ്ററാക്ഷൻ കൂട്ടുക, അഥവാ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് വർദ്ധിപ്പിക്കുക. പിന്നെ ബാക്കിയുള്ളവരെ ഉൾക്കൊള്ളാനുള്ളൊരു മനസ്സ് നമുക്കുണ്ടായിരിക്കണം. നമ്മുടെ ചുറ്റുമുള്ളവർ, നമ്മുടെ അടുത്തിരിക്കുന്ന കുട്ടി, നമ്മുടെ അയൽവക്കത്തുള്ളവർ നമ്മളെ പോലെയല്ല അല്ലേ. ഇൻ പല ആസ്പെക്ട്സ്, മേ ബി തിങ്കിങ് നമ്മളെ പോലെ ആയിരിക്കില്ല, മേ ബി റിലിജൻ നമ്മളെ പോലെ ആയിരിക്കില്ല, മേ ബി ഈറ്റിംഗ് ഹാബിറ്റ്സ് നമ്മളെ പോലെ ആയിരിക്കത്തില്ല, ഡ്രസ്സിങ് സ്റ്റൈൽ നമ്മളെ പോലെ ആയിരിക്കത്തില്ല, എക്കണോമിക് സ്റ്റാൻഡേർഡ്സ് നമ്മളെ പോലെ ആയിരിക്കും. ബട്ട് സ്റ്റിൽ അവരെയൊക്കെ ഉൾക്കൊള്ളാനുള്ളൊരു മനസ്സ് നമുക്ക് ഉണ്ടായിരിക്കണം. പിന്നെ ഒരു പോസിറ്റീവ് സെൽഫ് ഇമേജ് നമുക്ക് ഉണ്ടായിരിക്കും. അഗൈൻ ഇവിടെയും നമ്മുടെ ഒപ്റ്റിമിസം നമ്മൾ ലൂസ് ചെയ്യാൻ പാടില്ല. മാത്രമല്ല ബാക്കിയുള്ളവരെ താഴ്ത്തിക്കെട്ടുന്ന വിധത്തിലുള്ള ഞാനൊരു കേരളായിട്ടാണ്, എനിക്കൊരു ബാംഗ്ലൂരിയൻ ഫ്രണ്ട് ഉണ്ടെന്നിരിക്കട്ടെ. അപ്പോൾ ഞങ്ങൾ കേരളായിട്ട് ഭയങ്കര സൂപ്പറാണ്, ഞങ്ങളിങ്ങനെയാണ്, അത് അത്ര വേണ്ട. ഓക്കെ, എസ്പെഷ്യലി വേറെ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ വേറെ എക്കണോമിക് സ്റ്റാൻഡേർഡ്സൊക്കെ ഉള്ള വ്യക്തികളായിട്ടൊക്കെ നമ്മൾ ഇടപെടുമ്പോഴത്തേക്കും
ആ പെർട്ടിക്കുലർ എന്ത് കാരണം കൊണ്ടാണോ നമ്മൾക്ക് ഇച്ചിരി ഡൈവേഴ്സിറ്റി കൂടുന്നത്, ആ ഡൈവേഴ്സ് ഫാക്ടർ എംഫസൈസ് ചെയ്ത് നമ്മൾ സംസാരിക്കുന്ന അത്ര നല്ലതല്ല. അപ്പോൾ അതൊക്കെ നമ്മൾ ഒഴിവാക്കുക. ഇതൊക്കെയാണ് സോഷ്യൽ ഡയമെൻഷനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ദ ലാസ്റ്റ് ഡയമെൻഷൻ ഇസ് സ്പിരിച്വൽ ഡയമെൻഷൻ. നൗ യു മൈറ്റ് ബി തിങ്കിങ്, ഈ ഹെൽത്തും ആത്മീയതയായിട്ട് എന്തോന്നാ ബന്ധം അല്ലേ? അന്ന് ഒരു ചെറിയ ബന്ധമുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. നമ്മൾ ഭയങ്കരമായിട്ട് പലരും ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണെന്ന് ഞാൻ കരുതുന്നു. കമ്പയർഡ് ടു ഏത്തിസ്റ്റ് എന്ന് പറഞ്ഞാൽ നിരീശ്വരവാദികളാണ്. ദൈവവിശ്വാസികളാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ കുറച്ച് പരാജയങ്ങൾ വന്നെന്നിരിക്കട്ടെ, നമ്മളെപ്പോഴും എന്താ ചെയ്യുന്നത്? പരാജയം എന്ന ഉദ്ദേശം പോലെ ഒന്നും കാര്യങ്ങൾ നീങ്ങില്ല. നമ്മൾ ഒത്തിരി ശ്രമിച്ചൊന്നും നടന്നില്ല, ഭയങ്കര നമ്മൾ ഡൗൺ ആയിട്ടിരിക്കുന്ന സമയമാണ്. അപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്കൊരു ഹോപ്പ് ഉണ്ടല്ലേ, ഹോപ്പ് ഫാക്ടർ ഉണ്ട്. ദൈവമുണ്ട്, ദൈവം എല്ലാം ശരിയാക്കും, വേറെ എന്തെങ്കിലും ഒരു ഓപ്ഷൻ ദൈവം തരും, വേറെ എന്തെങ്കിലും വഴി ദൈവം തുറക്കും എന്നുള്ളൊരു പോസിറ്റിവിറ്റി കൊണ്ടുവരുന്ന സംഭവമാണ് ഈ ദൈവവിശ്വാസം എന്ന് പറയുന്നത്. നമ്മൾ വി ആർ റിലൈങ്, നമ്മുടെ എഫേർട്സ് എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഒരു സൂപ്പർ നാച്ചുറൽ ഫാക്ടറിൽ നമ്മളങ്ങ് ട്രസ്റ്റ് ഇട്ടേക്കാണ്. ദാറ്റ് സൂപ്പർ നാച്ചുറൽ ക്രിയേറ്റർ വിൽ ഡു സംതിങ് ഫോർ അസ് എന്ന ഒരു ട്രസ്റ്റ്, ഒരു ഹോപ്പ് നമ്മൾ ജീവിതത്തിലിടും. അതുകൊണ്ട് തന്നെ ആ ഹോപ്പിൽ വി നോ ദാറ്റ് പോസിറ്റീവ് തിങ്കിങ് എത്ര നമ്മുടെ ഹെൽത്തിനാണെങ്കിലും തിങ്കിങ്ങിനാണെങ്കിലും ഒക്കെ ആവശ്യമാണ് നമുക്കറിയാം. ആ ഹോപ്പ് ഫാക്ടർ കിടക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ പ്രവൃത്തികളിലും ചിന്തകളിലും അറിയാണ്ട് ഈ പറഞ്ഞ ഓപ്റ്റിമിസം കയറി വരും. പക്ഷേ ഇൻ ദ കേസ് അങ്ങനെ ദൈവവിശ്വാസം ഇല്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ നമ്മുടെ പ്രയത്നം അവസാനിക്കുന്നവിടുത്ത് ഇനി പ്രതീക്ഷിക്കാൻ വേറെ വഴിയൊന്നുമില്ല അല്ലേ? നമ്മളെ കൊണ്ട് പറ്റുന്ന മാക്സിമം നമ്മൾ ചെയ്തു, ഇനി എവിടെ പ്രതീക്ഷിക്കാനൊന്നുമില്ല. അപ്പോൾ ആ ഹോപ്പ് ഫാക്ടർ അവിടെ ഒരു ചെറിയ ലാക്കിങ് വരും. അപ്പോൾ ഓപ്റ്റിമിസം കുറയാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ സ്പിരിച്വാലിറ്റിയും ഓപ്റ്റിമിസവും ഒരു നല്ല രീതിയിൽ ബന്ധപ്പെട്ട് കിടക്കുന്നത് കൊണ്ടാണ് അതിനെ ഹെൽത്തിൻ്റെ ഒരു ഡയമെൻഷനായിട്ട് ഒരുമിച്ച് നിർത്തിയേക്കുന്നത്. ഓക്കെ, ഈ കൂട്ടത്തിൽ ഒരു പോയിന്റ് കൂടെ പറഞ്ഞ് നമ്മൾ ഇന്നത്തെ ക്ലാസ് തീർക്കുന്നു. നമ്മൾ എന്തൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്? വാട്ട് ഈസ് ഹെൽത്ത്? WHO ഒരു ഡെഫിനിഷൻ നമ്മൾ പറഞ്ഞിരുന്നു. പലർക്കും പലതാണ് ഹെൽത്ത് എന്ന് പറഞ്ഞാൽ പലതാണ് പലർക്കും. പിന്നെ ഡയമെൻഷൻ ഓഫ് ഹെൽത്താണ് പിന്നെ നമ്മൾ നോക്കിയ കാര്യം അല്ലേ? ഡയമെൻഷൻസ് ഓഫ് ഹെൽത്ത്, 5 ഡയമെൻഷൻസ് ഓഫ് ഹെൽത്ത് നമ്മൾ പറഞ്ഞു. ഫിസിക്കൽ, ഇൻ്റലക്ച്വൽ, ഇമോഷണൽ, സോഷ്യൽ ആൻഡ് സ്പിരിച്വൽ ഡയമെൻഷൻസ് ഓഫ് ഹെൽത്ത്. ഡയമെൻഷൻ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഈ ഡയമെൻഷൻസ് 5 കൂടിയാലേ ഹെൽത്ത് കംപ്ലീറ്റ് ആവുള്ളൂ നമ്മൾ പറഞ്ഞു. ഡയമെൻഷൻസ് 5 എണ്ണവും ഇൻ്റർ റിലേറ്റഡ് ആണെന്ന് പറഞ്ഞു. ഓക്കെ, ഈ കൂട്ടത്തിൽ ഒറ്റ കാര്യം കൂടെ പറയുന്നു. എന്താണ്? നമ്മുടെ 3 ഘടകങ്ങളാണ് നമുക്കുള്ളതെന്ന് ആണ് എപ്പോഴും എന്താണ് ഫിലോസഫീസ് പറയുന്നത്. ദ മൈൻഡ്, ദ തിങ്കിങ് മൈൻഡ്, ദ ബോഡി, ദ ഫിസിക്കൽ ബോഡി ആൻഡ് ദ സ്പിരിറ്റ്, ആത്മാവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്പിരിറ്റ് അല്ലെങ്കിൽ നമ്മുടെ സോൾ, നമ്മുടെ എന്താണ് ജീവൻ തരുന്ന ആ ഒരു ഘടകം, ലൈഫ് എന്ന് പറഞ്ഞ ആ ഘടകം സ്പിരിറ്റ്. ഈ 3 ഘടകവും തമ്മിലൊരു ബാലൻസിൽ പോകുമ്പോഴാണ് വാട്ട് ഈസ് ഹാപ്പനിങ്, നമ്മുടെ ലൈഫ് അല്ലെങ്കിൽ ജീവിതം ഒരു ഹാർമോണിയസ് ആയിട്ട് സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകുന്നു. ഈ ഘടകത്തിൽ ഏതെങ്കിലും ഒരു ഇംബാലൻസ് വന്നാൽ അവിടെ ഒരു എന്താണ് അൺഹെൽത്ത് ഉണ്ടാവുന്നു. ഹെൽത്ത് എന്താണ്? ഹെൽത്ത് ഇസ് ദ നാച്ചുറൽ കണ്ടീഷൻ, അൺഹെൽത്ത് ഇസ് ദ unnatural condition. So thank you. Hope you understood whatever I told. നിങ്ങൾക്ക് നോട്ട്സ് ഞാൻ ഗൂഗിൾ ക്ലാസ്സിൽ അറ്റാച്ച് ചെയ്തേക്കാം. ടെക്സ്റ്റ് ബുക്ക് അങ്ങനെ തന്നെ ഫോട്ടോ എടുത്ത് ഞാൻ ഇട്ടേക്കാം. ഇന്ന് പഠിപ്പിച്ച ഭാഗം ഇതിൽ ഇമ്പോർട്ടൻറ്റ് ഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഹെൽത്തിൻ്റെ ഡെഫിനിഷൻ ഡെഫിനറ്റ്ലി ചോദിക്കാവുന്നതാണ് 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട്. പിന്നെ ഡയമെൻഷൻസ് ഓഫ് ഹെൽത്ത് essay ആയിട്ടോ ഷോർട്ട് essay ആയിട്ടോ ചോദിക്കാവുന്നതാണ്. അതിൽ ഓരോന്നും ഫിസിക്കൽ ഹെൽത്ത് എന്താണ് ഓരോന്നും കുഞ്ഞ് ഷോർട്ട് നോട്ടായിട്ടും ചോദിക്കാവുന്നതാണ്. ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്.
അപ്പോൾ ഈ ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങൾക്ക് ഇഫക്റ്റീവ് ആണെന്നോ വല്ലതും മനസ്സിലായോ മനസ്സിലായില്ലയോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്ലീസ് ഡു റൈറ്റ് അപ്പ്. ഓക്കെ, നിങ്ങൾ ഇത് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലായാലും കുഴപ്പമില്ല, ഗൂഗിൾ ക്ലാസ്സിൽ ഈ ക്ലാസ് പോസ്റ്റ് ചെയ്തേക്കുന്ന ആ ടോപ്പിക്കിൻ്റെ താഴെ കമൻറ്റ് ഇടാനുള്ള സെക്ഷനുണ്ട്. ആ കമൻസിൽ നിങ്ങൾ എഴുതിയാലും കുഴപ്പമില്ല. നിങ്ങൾക്ക് മനസ്സിലായോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊന്ന് മെൻഷൻ ചെയ്യും. ഇനിയിപ്പോൾ അവിടെ ഒന്നും എഴുതാൻ പറ്റുന്നില്ലെങ്കിൽ യൂട്യൂബ് വീഡിയോ ആയിട്ടാണ് ഇത് അപ്ലോഡ് ചെയ്യുന്നത്, അതിൽ നിങ്ങളുടെ കമൻസ് ഇട്ടാലും മതി. ഓക്കെ, ജസ്റ്റ് ടു അണ്ടർസ്റ്റാൻഡ് നിങ്ങൾക്ക് വല്ലതും മനസ്സിലായോ എന്ന് മനസ്സിലാക്കണം. എനിക്ക് നിങ്ങളെ ആരും കാണാൻ പറ്റുന്നില്ല, അതൊരു വിഷമമുള്ള കാര്യം. എനിക്ക് നല്ല സുന്ദരി കുട്ടികളായ പിള്ളേരെ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് സന്തോഷം. നിങ്ങൾ ഓരോരുത്തരും യു ആർ ബ്യൂട്ടിഫുൾ ആസ് യു ആർ. ഗോഡ് ക്രിയേറ്റഡ് യു വണ്ടർഫുള്ളി ആൻഡ് യു ആർ എ വണ്ടർഫുൾ person specially made by God. God bless you all. Have a nice day.